بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا ونبينا وحبيبنا وشفيعنا وقرة أعيننا محمد صلى الله عليه وعلى آله وصحابه والذين اتبعوهم بإحسان، وعلينا وعلى مشايخنا وأساتذتنا وذوينا وأحبابنا وسائر المؤمنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ولا حول ولا قوة إلا بالله العلي العليم. رب يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا. رب اتمم بالخير والسعادة، والله ولي التوفيق ومنه التحقيق وبه التصديق. إنما الأعمال بالنيات والعاقبة للمتقين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഇനി وكذا متغير بمجاور كعود ودهن أو بتراب ترحى في الأظهرين. അപ്പോൾ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞെന്തായിരുന്നു? തഹൂരിയത്തിൽ ലററില്ല എന്നല്ലേ പറഞ്ഞ. വലാ യദുറു തഗയ്യുറുൻ ലാ യംനഉൽ ഇസ്മ വലാ മുതഗയ്യിറുൻ പിന്നെ ബിമുക്സിൻ വമാ ഫി മഖർരിഹി വമമർരിഹി എന്ന് പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ ലാ യദുറു ഫി തഹൂരിയത്തി വക്കദാ ഫിൽ അദ്ഹരി എന്നാണ് പറയുന്നത്. അപ്പം ഈ വക്കദാ ഫിൽ അദ്ഹരി ഇവിടെ പറഞ്ഞപ്പോൾ ഈ അദ്ഹറും സാനിയായ ഖിലാഫ് കഥന്റെ ശേഷമുള്ളതിലാണ്. അതിനു മുമ്പുള്ളതിൽ ഖിലാഫ് പറഞ്ഞിട്ടില്ല. പിന്നെ അപ്പം ഈ ഫിൽ അദ്ഹരി എന്ന് പറഞ്ഞത് കഥന്റെ ശേഷമുള്ളതിലേക്കേ മടങ്ങുള്ളൂ. പിന്നെ വക്കദാ മുതഗയ്യിറുൻ ബിമുജാവിരിൻ താഹിരിൻ അലാ അയ്യി ഹാലിൻ കാന. മുജാവിർ കൊണ്ട് തഗയ്യുറായ ആ മുജാവിർ എന്ത് സാധന? അത് താഹിറായ മുജാവിറാണ്. നജസായ മുജാവിർ കൊണ്ട് തഗയ്യുറായാൽ പിന്നെ ഹുക്മ വ്യത്യാസമാണല്ലോ. അതിനാ താഹിരിൻ എന്ന് പറഞ്ഞ. പിന്നെ അല അയ്യ ഹാലിൻ കാന എന്ന് പറഞ്ഞാലോ അത് ആ തഗയ്യുറിലേക്കാണ് മടങ്ങുന്നത്. അപ്പം ആ തഗയ്യുർ ഗസീറാണെങ്കിലും ഖലീലാണെങ്കിലും പിന്നെ എന്ന പോലെ മുജാവിറിലേക്കും മടങ്ങും. അപ്പോ രണ്ടുമുണ്ട്. ആ മുജാവിർ ജിർമാണെങ്കിലും അല്ലെങ്കിലും ഒരു മുജാവിർ ജിർമാണെങ്കിലും അല്ലെങ്കിലും എന്നൊരു തടിയുള്ള വസ്തു. കാരണം അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ശേഷം ജിർമല്ലാത്ത ദുഹാന് വരുന്നുണ്ട്. അപ്പോ അങ്ങനൊരു താമീമും കൂടി അവിടെ പറയുന്നുണ്ട്. വക്കദാ മുതഗയ്യിറുൻ ബിമുജാവിരിൻ അലാ അയ്യി ഹാലിൻ കാന. കാനത്ത് തഗയ്യുറു എന്ന് ഞാൻ ആദ്യം പറഞ്ഞ അർത്ഥം അനുസരിച്ച്. പിന്നെ കാനൽ മുജാവിറു എന്ന് രണ്ടാമത് പറഞ്ഞു. അങ്ങനെ രണ്ട് താമീമ് ആശയക്കാർ പറയുന്നുണ്ട്. കഊദിൻ വദുഹ്നിൻ. ഏതാണ് ഈ മുജാവിറും താഹിറിനും ഉദാഹരണം? ഊദ്. ഊദ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ കൊള്ളിക്കഷ്ണം എന്ന അർത്ഥം പറയാം. എന്ത് കൊള്ളിക്കഷ്ണം? കൊള്ളിക്കഷ്ണം എന്ന് പറഞ്ഞാൽ നിറവും മണവും രുചിയൊന്നും ഇല്ലാത്തൊരു കൊള്ളിക്കഷ്ണം ആയാൽ തഗയ്യുറാവുമോ? ഇല്ലല്ലോ. അപ്പൊ അതല്ല പറയുന്നത്. ആ ഊദ് എന്ന് പറഞ്ഞാൽ നമ്മളെ തീബായ സുഗന്ധമായ ഊതുണ്ടല്ലോ, ആ ഊതാ. അപ്പൊ അത് വെള്ളത്തിൽ വീണാൽ എന്താവും? അതുകൊണ്ട് വെള്ളം തഗയ്യുറാവും. ആ ഊതാണ്. അപ്പൊ ഊതിന്റെ അത്തുറന്ന് പറയുന്ന ഊതാ. വദുഹ്നിൻ. പിന്നെ വൈൻ തൊയ്യിബ. ആ ദുഹ്ന് എണ്ണ പിന്നെ എന്താണ്? അതുകൊണ്ട് ഇതിന്റെ രുചിക്കൊക്കെ വ്യത്യാസം വരുമല്ലോ, വെള്ളത്തിന്റെ രുചിക്കൊക്കെ വ്യത്യാസം വരും. പിന്നെ വഇൻ തൊയ്യിബ, അത് രണ്ടും എന്താണ്? സുഗന്ധം പൂശപ്പെട്ടതാണെങ്കിലും ശരി, തത്തീബ്. അപ്പോ അത് ഊതില് പിന്നെന്തിനാ തീബ് പിന്നെ പറ്റുന്നത്? അത് ഊത് കടയിൽ പോയി നോക്കിയാൽ മതി. അവിടുത്തെ ഊത് ഇവിടുത്തെ ഊത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മണമുള്ളതുണ്ടാവും. അത് അതിൽ അത്ര വരട്ടി വെക്കുന്നതാ. അപ്പോൾ ഈ
പിന്നെ പ്രകൃതിപരമായ ഊതിന് ഒരു സുഗന്ധം ഉണ്ടാവും. അത് കത്തിക്കുമ്പോൾ അതിന്റെ വാസന കൂടുതൽ കൂടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതിലേക്ക് അത്തറും കൂടി പുരട്ടിയിട്ട്, ഇത്തറ് എന്നാണല്ലോ അത്തറ് നമ്മൾ മലയാളികൾ പറയാം. അപ്പോൾ ആ ഇത്തറ് കൂടി പുരട്ടിയിട്ട് എന്ത് ചെയ്യും, കത്തിക്കും. അപ്പോൾ നല്ല സുഗന്ധം ഉണ്ടാവും. അതിനാണ് തുയ്യിബ എന്ന് പറഞ്ഞത്. അതുപോലെ എണ്ണയും അങ്ങനെ തന്നെ. എണ്ണയ്ക്ക് സുഗന്ധം കൂടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെയർ ഓയിലുകളിലൊക്കെ എന്താണ് സുഗന്ധം ചേർക്കുന്നതാണല്ലോ. അപ്പം അങ്ങനെ എന്താണ് സുഗന്ധം പുരട്ടിയതാണെങ്കിലും ചേർത്തതാണെങ്കിലും വൈൻ തൊയ്യിബ. പിന്നെ വക്ക ഹബ്ബിൻ വക്കത്താനിൻ. ഹബ്ബ് അത് ധാന്യം. ധാന്യം എന്ന് പറഞ്ഞാൽ അരി, പയറ്, ഇതൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇതൊക്കെ ഇട്ട് വേവിച്ചാൽ അപ്പം എന്താവും, ഇതിൻ്റെ അരിയിട്ട് വേവിച്ചു കഴിഞ്ഞാൽ കഞ്ഞിവെള്ളമാവും. അത് മുജാവിർ കൊണ്ടുള്ള തയ്യൂറല്ല. അതല്ലാതെ ഇതതിൽ വീണുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന തകയ്യൂറാണ് പറയുന്നത്. മറ്റേത് അതിൻ്റെ ഒരു ജുസ് അതിലേക്ക് ഉടഞ്ഞേർ ചേർന്നിട്ട് മുഖാലിത്ത് കൊണ്ടുള്ള തകയ്യൂറാണ് അവിടെ വരിക. വൈൻ തൊയ്യിബ വക്ക ഹബ്ബിൻ വക്കത്താനിൻ. കത്താന് എന്ന് പറഞ്ഞാൽ ഈ ചണമെന്ന് പറഞ്ഞൊരു സാധനം ചെടിയത്, കോട്ടൺ എന്ന് പറയും. അപ്പൊ ഇതൊക്കെ വെള്ളത്തിൽ ഉണ്ടായാൽ വീണിട്ട് തകയ്യൂറായാൽ വൈ ഇൻ ഉഗലിയ. ആ ഹബ്ബും കത്താനും എന്താണ് തിളപ്പിച്ചു. പക്ഷെ തിളപ്പിക്കുമ്പോൾ എന്ത് വേണം, മാലം യുലം ഇൻഫിസാലു ഐനിൻ ഫീഹി മുഖാലിത്തത്തിൻ തസ്ലുബുൽ ഇസ്മാന. അപ്പോ തിളപ്പിക്കുമ്പോ ഞാൻ പറഞ്ഞ പോലെ പയറിട്ട് തിളപ്പിച്ചാല് അല്ലെങ്കിൽ എന്ത് അരിയിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാല് അതിന്ന് ഒരു ജുസു മുൻഫസിലാകുന്നതെന്ന് അറിയാതിരിക്കുമ്പോന്നാ. അങ്ങനെ ഉറപ്പില്ലാതിരിക്കണം. കഞ്ഞിവെള്ളമായി കഴിഞ്ഞാൽ ജുസു മുൻഫസിലായി എന്നുള്ള ഉറപ്പാണല്ലോ. അപ്പൊ അതല്ലാത്ത പിന്നെ ഹബ്ബുകളെ കുറിച്ചാണ് പറയുന്നത്. ഇംബിസാലു ഐനിൻ മുൻഫസിലായി ഫീഹി എന്ന് പറഞ്ഞ ഏതിൽ, ആ വെള്ളത്തില്. മുഖാലിത്തത്തിൻ എന്ന് പറഞ്ഞ ഐന് സിഫത്തായിട്ട്, ആ ഐന് മുഖാലിത്താണ്. ഇപ്പോ മുൻഫസിലായ ഐന് മുഖാലിത്താണ്. തസ്ലുബുൽ ഇസ്മാ ഉണ്ടോ, എന്തിന്, ആ മാ എന്ന വെള്ളത്തിനെ സെൽബ് ചെയ്യും, ഊരിക്കളയും, ഇല്ലാതാക്കും. അപ്പോൾ മുഖാലിത്ത് കൊണ്ട് തകയ്യുറായ എന്താണ് പേര് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് തകയ്യുറായ കസീറായ തകയ്യുറിന്റെ ഹുക്കുമ വരും. അപ്പൊ തൗറല്ലാതായല്ലോ. വബിഹാദ തഫ്സീലി. ഏത് തഫ്സീല്? ഈ ഇഗ്ലാ ചെയ്യുമ്പോൾ അവിടെ ഒരു ഖൈദ് കൊടുത്തല്ലോ, ഇങ്ങനെ അറിയാതിരിക്കുമ്പോ. അപ്പൊ ഈ തഫ്സീല് കൊണ്ടിട്ട് യുജ്മഉ ബൈന ഇത്ലാഖാത്തിൻ മുതബായിനത്തിൻ ഫി മാഇ മുബല്ലാത്തിൽ കത്താനീന. അപ്പോ ഈ കത്താന് അത് മുബല്ലാത്ത് എന്ന് പറഞ്ഞാല് പിന്നെ നനയ്ക്കുന്നത് എന്നാ. അത് നനച്ചിട്ടാണ് അതിൽ നിന്ന് നൂലുണ്ടാക്കിയിട്ട് അങ്ങനെ പല വസ്തുക്കളും ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക. അപ്പോ ആ മുബല്ലാത്തുൽ കത്താന് പിന്നെ അതിനെക്കുറിച്ച് അയിമ്മത്തിന്റെ ഇത്ലാഖാത്ത് വ്യത്യസ്തമായിട്ടുണ്ട്. അപ്പൊ അതില് ആ വെള്ളം തകയ്യൂറുണ്ടായാൽ അത് കത്താന് മുജാവിറല്ലേ. അപ്പൊ മുജാവിർ കൊണ്ടുള്ള തകയ്യൂറാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞവരുണ്ട്. അല്ല, അത് മുജാവിറാണെങ്കിലും അതുകൊണ്ട് എന്താണ് ഇതിൽ നിന്നൊരു അതിനങ്ങോട്ട് മുൻഫസിലാവും. അപ്പൊ അതുകൊണ്ട് മുഖാലിത്ത് കൊണ്ടാണ് അവിടെ തകയ്യൂർ വരുന്നത് എന്ന് പറഞ്ഞിട്ട് അത് ലററുണ്ട് എന്ന് പറഞ്ഞവരും ഇല്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോ ഈ പറഞ്ഞ കൈത് കൊടുക്കണം. അപ്പൊ മുബല്ലാത്തുൽ കത്താനെ കുറിച്ച് പിന്നെ തകയ്യൂർ ലാറാണെന്നും അല്ല തകയ്യൂർ ലാറല്ല എന്ന് രണ്ട് ഇത്ലാഖാത്തുണ്ട്. അതിന്റെ ഇടയിൽ ഇങ്ങനെ ജമ്മ ചെയ്യാം. പിന്നെ ലിഅന്നലഹു ഹാലാത്തിൻ മുതഫാവിത്തൻ, കാരണം അതിന് ഫിത്തകയ്യൂരി അവലം വാഹിറ. അപ്പൊ ഈ കത്താന് എന്താണ് നനയ്ക്കുമ്പോ പിന്നെ കുതിർക്കുമ്പോ ആ ഇതിന് ആദ്യ അവസാനമായിട്ട് വ്യത്യസ്തമായ അവസ്ഥ ഉണ്ട്. അപ്പൊ ആദ്യ അവസ്ഥയില് തകയ്യൂർ ഈ പറഞ്ഞ രീതിയിൽ ഉണ്ടാവില്ല. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയാലോ അപ്പൊ തകയ്യൂർ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അതാണ്. അപ്പൊ ഈ അരിയൊക്കെ തിളപ്പിച്ചാൽ തുടക്കത്തിൽ ഉണ്ടാകുന്നൊരു ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എന്ത് വരൂല. അല്ലെങ്കിൽ ചീനിയൊക്കെ മരച്ചീനിയൊക്കെ തിളപ്പിക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ചെറിയൊരു തകയ്യൂർ, അത് ഒരു സാധനം ഇൻഫിസാലാകുന്നതുകൊണ്ടല്ല. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയാൽ അങ്ങനെയല്ല. കാരണം മുൻഫസിലായ ജുസ് നമുക്ക് അതിൽ കാണാൻ കഴിയും. അങ്ങനെയാ.
അപ്പൊ ഇങ്ങനെ ആദ്യാവസാനമായിട്ട് തഖയ്യുറിൽ വ്യത്യസ്തമായ ഹാലത്തുള്ളത് കൊണ്ട് ഈ പറഞ്ഞ തഫ്സീൽ മുൻഫസിലാകുമ്പോഴാണ് തഖയ്യുർ ലാറാണെന്ന് പറഞ്ഞത്, മുൻഫസിലാകാത്തപ്പോൾ ലാറില്ല എന്നും പറയണം. കമാഹുവ മുഷാഹദുൻ, ആ ഹാലാത്തും മുത്തഫാവിത്തത്തുണ്ട് എന്നുള്ളത് എന്താണ്, അത് കാണപ്പെടുന്ന. പിന്നെ ഞാൻ അവിടെ ഇനി ഒരു ഇസ്തിദ്റാക്ക് പറയുന്നു. മുമ്പുള്ളത് എന്താണ്, അംഗീകരിച്ചുകൊണ്ടുള്ള ഇസ്തിദ്റാക്കാവുമ്പോഴാണല്ലോ നാം എന്ന് പറയുക. എന്നാല് മുമ്പുള്ള ഒരു ഈഹാമിനെ ദഫ് ചെയ്യാനാവുമ്പോഴാണ് ലാക്കിൻ എന്ന് പറയാം. അങ്ങനെ വ്യത്യാസം ഉണ്ടല്ലോ. നാം അല്ലദീ യംബഗി ഫീമാ ശുക്ക ഫിൻഫിസാലി ഐനിൻ ഫീഹി അന്നഹു ലൗ തജദ്ദല ലഹു ഇസ്മുൻ ആഖർ ബിഹൈസു തുരിക ലഹു ഇസ്മുൽ അവ്വൽ അസ്സൽബു എന്നാ. അല്ലദീ യംബഗി എന്നൊക്കെ പറയുന്നത് ബഹ്സിന്റെ സീഗയാണല്ലോ. അപ്പോ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി മുമ്പുള്ള അയിമ്മത്തിന്റെ നക്കലായിട്ടല്ല അത് പറയുന്നത്, ബഹ്സായിട്ടാണ് പറയുന്നത്. ആ ബഹ്സ് എന്ന് പറഞ്ഞത് അയിമ്മത്തിന്റെ കലാമെന്ന് കിട്ടുന്നത് ബഹ്സ് ചെയ്യുന്നതാണ്. പിന്നെ അവരുടെ കായിക എന്നൊക്കെ കിട്ടുന്നതാ. ഭീമ എമ്പകി ഭീമ ശുക്ക, സംശയം വന്ന ഒരു വെള്ളം ഇൻഫിസാലി അയിനും ഫീഹി, ആ ഒരു വെള്ളത്തിൽ ഒരു അയിന് മുഫസിലായോ ഇല്ലേ എന്ന് സംശയമായി. ഫീഹി എന്ന് പറഞ്ഞ മാഷുക്ക എന്ന് പറഞ്ഞ മായിലേക്ക് ഫീഹിന്റെ തമീർ അടങ്ങുന്നത്. എന്ത്, അന്നഹു ലൗ തജദ്ദല ലഹു ഇസ്മുൻ, അന്നഹുവിന്റെ തമീർ അതിലേക്ക്. ആ മാ ലൗ തജദ്ദദ ലഹു, ആ മായിന് ഇസ്മുൻ ആഖർ, മറ്റൊരു ഇസ്മു എന്ത് പുതുതായി മറ്റൊരു ഇസ്മു വന്നെങ്ങനെ, ബിഹൈസു തുരിക്കമാഹു ഇസ്മുഹുൽ അവ്വൽ, ആദ്യത്തെ ഇസ്മ എന്ത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇനി വെള്ളം എന്ന് മുത്തലക്കായി പറയില്ല. ആ രീതിയിൽ എന്ത് ചെയ്തു, ആ ഒരു ഇസ്മ പുതുതായി വന്നാൽ എന്താണ്, അല്ലദീ യംബഗി അസ്സൽബു. അപ്പൊ സെൽബാണ്. എന്തിന്റെ സെൽബ്, തൊഹൂരിയത്തിന്റെ സെൽബ്. അപ്പൊ വെള്ളം താഹിറല്ലാതെ ആയിന്ന്. സെൽബു തൊഹൂരിയത്താണ്. പിന്നെ അവിടെ അസ്സൽബു എന്ന് പറഞ്ഞത് അല്ലദീ യംബഗി അസ്സൽബു എന്നാണ് ഇപ്പൊ ഞാൻ അർത്ഥം പറഞ്ഞത് അല്ലെ. അല്ലദീ എന്നുള്ള മൂത്തതയും സെൽബ് ഖബറായിട്ടും. പിന്നെ എന്നാല് ഫീമാ ശുക്ക ഫീഹി ഇൻഫിസാലു ഐനിൻ ഫീഹി അന്നഹു ലൗ തജദ്ദദ ഇസ്മു ലഹു ഇസ്മുൻ ആഖർ ബിഹൈസു തുരിക ലഹു ഇസ്മുൽ അവ്വൽ. ഇനി അല്ലദീ യംബഗി അസ്സൽബു മുതഅയ്യിനുൻ എന്നിങ്ങനെ എന്ത് ആശയില് അർത്ഥം പറയുന്നില്ല. അങ്ങനെ ഖബർ സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. എന്തിനാ ഖബർ സങ്കല്പിക്കുന്ന, അല്ലദീ യംബഗി മുബ്തദയല്ലേ, അസ്സൽബു സെൽബാണ് വേണ്ടത്, സെൽബു തഹൂരിയത്താണ്. അങ്ങനെ തന്നെ ശരിയാവുമല്ലോ. പിന്നെ ഇനി അപ്പോ ലൗ എന്നതിന്റെ ജവാബ് എവിടെയാണ്, ലൗ അന്നഹു ലൗ തജദ്ദദ ലഹു ഇസ്മുൻ ആഖർ ബിഹൈസു തുരിക ലഹു ഇസ്മുൽ അവ്വൽ അസ്സൽബു എന്ന് പറഞ്ഞാല് അപ്പോ ഫസ്സൽബു മുതഅയ്യിനുൻ എന്നാക്കേണ്ടി വരും. ലൗവിന്റെ ഷർത്തിന്റെ ജവാബാക്കിയാല്. അതിനെക്കാട്ടി നല്ലത് എന്താണ്, ഷർത്തിന്റെ ജവാബം കളഞ്ഞാൽ മതിയല്ലോ അല്ലെ. പിന്നെ ലിഅന്ന ഹാദ തജദ്ദുദ ഖരീനത്തുൻ ലാഹിറത്തുൻ, ഈ തജദ്ദുദ് ലാഹിറായ ഖരീനത്താണ്. ലാഹിറത്ത് എന്ന് പറഞ്ഞിട്ട് ജിദ്ദൻ വളരെ ലാഹിറായ ഖരീനത്താണ്. എന്തിന്, അലംഫിസാലി തിൽക്കൽ ഐനി ഫീഹി, ആ ഐന് എന്ന് പറഞ്ഞാല് ആ മുഖാലിത്തത്തായ ഐന് അവിടെ മുഫസിലായിട്ടുണ്ട് ആ വെള്ളത്തില് എന്നതിന്റെ മേലില് എന്താ വളരെ വ്യക്തമായ ഖരീനത്താണ് പേരുമാറി എന്നുള്ളത്. അപ്പോ അങ്ങനെ പേരുമാറിയത് അതിന് മുഫസിലായതുകൊണ്ട് അതിലെ പേരുമാറൂലല്ലോ എന്നാ. അപ്പൊ ആ വെള്ളം എന്താണ്, തഹൂറല്ല. ഇനി ഔബി തുറാബിൻ, അപ്പം ബി മുജാവിരിൻ എന്ന് പറഞ്ഞതിന്റെ മേലെത്ത് ഔബി തുറാബിൻ, തുറാബോ തഹൂരിൻ, അതും തഹൂറായിരിക്കണം. പിന്നെ മുജാവിർ എന്ന് പറഞ്ഞെടുത്ത് താഹിർ എന്ന് പറഞ്ഞു, ഇവിടെ തഹൂറായ തുറാബായിരിക്കണം. അപ്പോ താഹിറായ തുറാബായാലും അത് പറ്റൂല, മുസ്തഅമലായ തുറാബ് പറ്റൂല. മുസ്തഅമലായ ഒരിക്കൽ തയമ്മം ചെയ്ത തുറാബാണെങ്കിൽ അത് താഹിറാണല്ലോ, പിന്നെ അത് മുസ്തഅമലാണ്, അതല്ല തഹൂറായ തുറാബ്.
ബിനാഅൻ അലാ അന്നഹു മുഖാലിത്തുൻ. ഈ തൊഹൂറാകണം എന്ന് പറഞ്ഞ ഷർത്തന്തിനാ? തുറാബിനെ കുറിച്ച് ഖിലാഫുണ്ട്. അത് മുഖാലിത്താണോ മുജാവിറാണോ? അത് മുഖാലിത്താണ് എന്ന അഭിപ്രായം അനുസരിച്ചാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന തൊഹൂറാകണം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ എന്താണ്, നമ്മള് തഗയ്യുർ അലാ അയ്യ ഹാലിൻകാന എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത്. ഖലീലാണെങ്കിലും ഗസീറാണെങ്കിലും. അപ്പൊ ഖലീലാണെങ്കിലും ഗസീറാണെങ്കിലും എന്ന് പറഞ്ഞ് മസല തുടങ്ങിയപ്പോ തുറാബ് മുഖാലിത്താണെങ്കിലും മുഖാലിത്ത് കൊണ്ടുള്ള ഗസീറായ തഗയ്യുർ പറ്റൂല എന്നല്ലേ? അപ്പൊ അതിനെ പറഞ്ഞെന്ത്, മുഖാലിത്താണെങ്കിൽ തൊഹൂറായിരിക്കണം, പിന്നെ വയില്ല ഫലാ ഫർഖ. അങ്ങനെ മുഖാലിത്താണെന്ന് അഭിപ്രായം ഇല്ല, മുജാവിറാണെന്നുണ്ടെങ്കിൽ പിന്നെ തൊഹൂറാണെങ്കിലും കുഴപ്പമില്ല, താഹിറായാലും കുഴപ്പമില്ല. ഫലാ ഫർഖ എന്ന് പറഞ്ഞാല് തൊഹൂറാകുക താഹിറാകുക രണ്ടിന്റെ ഇടയിൽ ഫർക്കില്ല. കമാഹു വാദിഹുൻ ഖിലാഫൻ ലിമൻ വഹിമ ഫീഹി. അല്ല അങ്ങനെ മുജാവിറാണെന്ന് പറഞ്ഞാലും എന്തു വേണം, തൊഹൂറാകണമെന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട്. അങ്ങനല്ല, അത് വഹുമാണ്. അപ്പോൾ മിസ്ലുഹു ഫി ജമീഇ മാ യഅതിൽ മിൽഹുൽ മാഇയ്യു. മാഇയായ എന്താണ് മിൽഹും, ഈ ശേഷം വരുന്ന മുഴുവൻ കാര്യത്തിലും ഇതുപോലെയാണെന്ന് പറഞ്ഞാൽ മിസ്ലുഹു എന്ന് പറഞ്ഞാൽ തുറാബ് പോലെയാണ്. അപ്പൊ മിൽഹും മാ ഈ വെള്ളത്തിലിട്ട് എന്നിട്ടെന്തായി, അതുകൊണ്ട് ഗസീറായ തഗയ്യുറുണ്ടായി. അപ്പോ കുഴപ്പമില്ല എന്നാണ്. ജബലിയായത് മിൽഹ അങ്ങനെയല്ല. ഇല്ല ഇൻ കാന ബിമമറിൻ ഔ മഖറിൻ. ആ ജബലിയ തന്നെ ചിലപ്പോ എന്താവും, വെള്ളം ഒഴുകുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ മഖറിലോ ആകാൻ സാധ്യതയുണ്ട്. അതായത് ജബലിയായ അല്ല മിൽഹുള്ള സ്ഥലത്തൊരു കുഴിയുണ്ട്, ആ കുഴിയിൽ മഴ പെയ്തിട്ട് വെള്ളം കെട്ടിയെന്ന്. അപ്പം എന്ത് ചെയ്തു, അവിടെ വെള്ളം തകയ്യൂറായി, ഈ ഉപ്പിന്റെ രസായിലുണ്ട്, അത് കുഴപ്പമില്ല, അതുകൊണ്ട് അത് കൊടുക്കുകയൊക്കെ ചെയ്യാം. അതാണ് മക്കർ. അല്ലെങ്കിൽ അതിലൂടെ വെള്ളം ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. പിന്നെ തുരിഹ, അപ്പൊ ഇതിട്ടതാണ്. ലാലി തത്ഹീരി മുഗല്ലദിൻ, അത് മുഗല്ലദിനെ തത്ഹീർ ചെയ്യാൻ വേണ്ടി ഇട്ടതല്ല. മുഗല്ലദിനെ തത്ഹീർ ചെയ്യാൻ വേണ്ടി ഇട്ടതല്ല എന്ന് പറഞ്ഞാല് അങ്ങനെ ഇട്ടതാണെങ്കിൽ പിന്നെ കുഴപ്പമാണെന്നോ കുഴപ്പമല്ലെന്നോ, ആറാക്കുന്നോ ആറാക്കൂലെന്നോ? അത് ഈ ഖിലാഫില്ലാത്ത ഈ ഫില്ലൽഹരി എന്ന് പറഞ്ഞ ഖിലാഫ് നോക്കിയിട്ട് കൈതാക്കിയതാ. അതുകൊണ്ടാ പിന്നെ പറഞ്ഞവയില്ല. അങ്ങനെ മുഗല്ലദിനെ, അതായത് കൽബിന്റെയോ ഖൻസീറിന്റെയോ നജസ് തത്ഹീറാക്കാൻ വേണ്ടി വെള്ളത്തിൽ മണ്ണ് കലർത്തണമല്ലോ, അങ്ങനെ മണ്ണ് കലർത്തി. അപ്പൊ എന്നിട്ട് അത് ഗസീറായ തകയ്യുറുമായി. എന്നിട്ട് അതെന്ത് ചെയ്തു, ഈ നജസായ സ്ഥലത്തൊഴിച്ച്. അപ്പൊ ഈ തകയ്യുറ് കുഴപ്പമുണ്ടോന്ന്, അതാ ലംയലുറ ജസ്മൻ, അവിടെ ഖിലാഫില്ല. ഈ അൽഹറും സാനിയായ ഖിലാഫില്ല, അവിടെ ലററില്ല എന്ന്. അപ്പൊ ലാലി തത്ഹീരി മുഗല്ലദ് എന്ന് പറഞ്ഞത് ഖൈദ് ഹുക്കും നോക്കിയിട്ടല്ലേ, ഖിലാഫ് നോക്കിയിട്ട. ഗൈരിൽ മത്റൂഹി, ഏതുപോലെ മത്റൂഹ് അല്ലാത്ത പോലെ അവിടെയും എന്താണ് ഖിലാഫില്ല. ലംയലുറ ജസ്മൻ എന്ന് പറഞ്ഞതിന് നളീറാണ് കഗൈരിൽ മത്റൂഹി. വെള്ളത്തിലേക്ക് ഇട്ട മണ്ണല്ല, ആ മണ്ണുള്ളടുത്ത് എന്താണ് വെള്ളമുള്ളതാ, അതിന്റെ മക്കറിലോ മമറിലോ ഒക്കെയാണ്. എന്നാലും എന്താണ് ലററില്ല എന്നുള്ളത് ജസ്മാണ്. വലം യസിർ തീനൻ ലായജിരി ബി തബഇഹി വഇല്ല അസറ ജസ്മൻ. പിന്നെ ലാലി തത്ഹീരി മുഗല്ലദ് എന്ന് പറഞ്ഞു, ഇട്ടത് തത്ഹീറിന് വേണ്ടിയല്ല. എന്ന പോലെ വലം യസിർ തീനൻ, അത് തീനായി തീർന്നിട്ടുമില്ല. തീന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുഴഞ്ഞ മണ്ണാണല്ലോ, അങ്ങനെ കുഴഞ്ഞ മണ്ണായിട്ടുമില്ല. അങ്ങനെ കുഴഞ്ഞ മണ്ണായെങ്കിലോ, അങ്ങനെ കുഴഞ്ഞ മണ്ണായെങ്കിൽ അപ്പൊ വലം യസിർ എന്ന് പറഞ്ഞത് തുരിഹ വലം യസിർ തീനൻ എന്നാ. അപ്പൊ ലാലി തത്ഹീരിന്റെ മേലാത്തുഫ. പിന്നെ ലായജിരി ബി തബഇഹി, അത് ഒഴിച്ചാല് എന്താണ് ഒലിക്കൂല. വെള്ളം ഒലിക്കുന്ന പോലെ ഒലിക്കണ്ടേ, ഒലിക്കാത്ത രീതിയിൽ ഇങ്ങനെ കുഴഞ്ഞ മണ്ണായിപ്പോയി. അപ്പോ അങ്ങനെ ആയാലോ വയില്ല അസറ ജസ്മൻ, അത്രയും എത്തിക്കഴിഞ്ഞാൽ പിന്നെന്താവും, അപ്പൊ പിന്നെ വെള്ളം മണ്ണ് എന്നുള്ള പരിഗണന അങ്ങ് പോയല്ലോ. വെള്ളത്തിൽ മണ്ണ് വീണ് എന്നുള്ള പരിഗണന അങ്ങ് പോയി. ഇപ്പൊ ഒലിക്കാത്തോണ്ട് വെള്ളത്തിന് തീരെ ഇല്ലാത്ത പോലെ. അപ്പൊ അത് അസറ ജസ്മൻ. അപ്പൊ അവിടെ
ലററാണ് എന്നതും ജസ്മാണ്. പിന്നെ അപ്പോ ആ ലാലിത്ത തഹീരി മുഗല്ലലിൻ എന്ന് പറഞ്ഞത് ഈ ഫില്ലൽഹർ നോക്കിയിട്ടാണ്. എന്നാൽ വലം യസിർ തീനൻ എന്ന് പറഞ്ഞാൽ ഹുക്കും നോക്കിയിട്ടുമാണ് ഖിലാഫും നോക്കുന്നുണ്ട് അവിടെ. കാരണം ജസ്മായിട്ട് തഹസീറുണ്ട് എന്നല്ലേ ഫില്ലൽഹരി. ഇത് തഗയ്യുറു ബിൽ മുജാവിരി. കാരണം ഇവിടെ തഗയ്യുർ അത് തുറാബിലേക്കാ. മറ്റോടത്ത് മുജാവിരിൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഔബി തുറാബിൻ അത്ഫ് ചെയ്തതാണല്ലോ. അപ്പൊ ഈ തുറാബ് മുജാവിറല്ല എന്ന അഭിപ്രായത്തിന്റെ മേലാണ് അത് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ഉദാഹരണമായിട്ട് മുജാവിറിന്റെ ഉദാഹരണമായിട്ടാണല്ലോ പറയണ്ടേ, അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അപ്പൊ അത് പറയും ഇവിടുത്തെ തഗയ്യുർ ഏതായാലും മുജാവിർ കൊണ്ടാണ്. അല്ല, ഇത് തഗയ്യുറു ബിൽ മുജാവിരി എന്ന് പറഞ്ഞാൽ മുജാവിർ കൊണ്ടാണ് എന്നല്ല. ഇത് തഗയ്യുറു ബിൽ മുജാവിരി എന്ന് പറഞ്ഞിട്ട് ഖബർ കുറേ കഴിഞ്ഞിട്ടാ. പിന്നെ മുജറദു തറവുഹിൻ എന്ന് കുറേ കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് തഗയ്യുറു ബിൽ മുജാവിരി എന്ന് പറഞ്ഞെടുത്ത് ഏതിലേക്കാ മടങ്ങുന്നത്? വകദാ മുതഗയ്യിറും ബി മുജാവിരിൻ എന്ന് പറഞ്ഞതിന് ഇല്ലത്താണ്. തുറാബിന്റെ കാര്യം പിന്നെ പറയും. അപ്പോ മുജാവിർ കൊണ്ടുള്ള തഗയ്യുറും തുറാബ് കൊണ്ടുള്ള തഗയ്യുറും. അപ്പൊ മുജാവിർ കൊണ്ടുള്ള തഗയ്യുർ തഹ്സീർ ചെയ്യാതിരിക്കാൻ കാരണം എന്താ? അതൊരു മുജറദു തറവൂഹ് എന്ന് പറഞ്ഞ ഒരു വാസന പിടിക്കലാണ് എന്നാ. സുഗന്ധം അതിലേക്ക് തറവൂഹ് റിയഹിന്റെ വാസിത്യായി ഇതിൽ നിന്ന് അതിലേക്ക് വാസന പിടിക്കലാണ്. അതായത് എന്ന് പറഞ്ഞാൽ ഈ എന്തെങ്കിലുമൊക്കെ ചത്ത് കിടന്നതിന്റെ അടുത്ത് വെള്ളം വെച്ചിരുന്നാല് അതിനെന്തുണ്ടാവും? ഈ ശവത്തിന്റെ ഒരു ദുർഗന്ധവും ഒക്കെ ഉണ്ടാവും. ഏതെങ്കിലും ജീവി ചത്ത അഴുകിക്കിടന്ന അവിടെയൊക്കെ പരിസരത്തൊക്കെ വാസന ഉണ്ട്. അതിന്റെ അടുത്തിരിക്കുന്ന പാത്രത്തിലോ അടുത്തുള്ള ടാങ്കിലോ വെള്ളത്തിലോ ഒക്കെ എന്തോരും ഇതതിൽ വീണിട്ടല്ല, അതിനൊരു പിന്നെ ദുർഗന്ധവും എന്ന പോലെ രുചി വ്യത്യാസമൊക്കെ വരും എന്ന പോലെ. അപ്പൊ അതാ പറഞ്ഞ മുജറദു തറബൂഹിൻ. അപ്പൊ അതിൽ ഒന്നും ഉടഞ്ഞു ചേരുന്നില്ല എന്നർത്ഥം. കാറ്റടിക്കുമ്പോൾ ഇതിന്റെ വാസന അതിലേക്ക് ഇങ്ങനെ പോയി 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 അതിന് തഗയ്യുർ വന്നതാണ്. അതാ മുജറദു തറബൂഹിൻ എന്ന് പറഞ്ഞ വായുവിന്റെ സഹായത്തോടുകൂടെ വരുന്നതാണ്. പിന്നെ അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല എന്നാ പിന്നെ പറയുന്നത്. ബിൽ മുജാവിരി അതിനിടക്ക് പറയാ വമിൻഹു ആ മുജാവിറിൽ പെട്ടതാണ് അൽ ബഹൂറു. ബഹൂറ് മുജാവിറിൽ പെട്ടതാണ്. ബഹൂർ എന്ന് പറഞ്ഞാൽ എന്താ? മായുത്തബഹറു ബിഹിക്കാണ് ഈ ബഹൂർ എന്ന് ശരിക്കും പറയല്. പുകപ്പിക്കുന്ന സാധനം. ഉലുവാന് ഊദ് എന്നൊക്കെ പുകപ്പിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിനാണ്. പക്ഷെ ഇവിടെ അതല്ല ഉദ്ദേശം. ഇവിടെ ദുഹാനുൽ ബുഖാറാണ്, അല്ല ബഹൂറാണ്. ദുഹാനുമായി തബഹറു ബിഹി, അതിന്റെ പുകക്കാണ് എന്തിവിടെ ആ മുജാവിർ എന്ന് പറഞ്ഞത് ബഹൂർ. അങ്ങനെയാണ് മുഹമ്മദുൽ കർദി മുല്ല മുഹമ്മദുൽ കർദി ആണല്ലോ. വേറെ കുർദി എന്ന് പറഞ്ഞ രണ്ടാൾക്കാരുണ്ട്, അവർക്കും ആശയ കാണുന്നുണ്ട്. ഒരാളുടെ ആശയന്റെ മഖ്തൂത്തിൽ എവിടം വരെ കാണാനുള്ളൂ? ഹംദിന്റെ അവിടെ തന്നെ കാണാനുള്ളൂ, പിന്നെ വാക്ക് അങ്ങോട്ട് കാണുന്നില്ല. വേറൊന്നില് ജമാഅത്തിന്റെ ബാബിൽ വരെ കാണുന്നുണ്ട്. ഇബ്നുൽ ഹാജിൽ കുർദിയാണ് എന്താണ് ഹംദിന്റെ അവിടം വരെ കാണുന്നത്. മറ്റേത് മുല്ല യഹിയൽ കുർദിയാണ്, യഹിയൽ കുർദിൻ്റെതാണ് അവിടെ ജമാഅത്തിന്റെ ബാബു വരെ കാണുന്നത്. അപ്പൊ സാധാരണ ഇവിടെ ഇങ്ങനെ എന്താണ് ഷെർവാനിയിലൊക്കെ നക്കൽ ചെയ്യുന്നത് മുല്ല മുഹമ്മദുൽ കർദീന്റെ ഹാഷിയ. പിന്നെ ഇപ്പോ പുതിയ തുഹ്ഫ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ ഷെയ്ഖ് അൻവർ ഷെയ്ഖ് ദാഗിസ്ഥാനി, അദ്ദേഹം ആ ഹാഷിയ ഫുള്ള് കർദീന്റെ ഹാഷിയ ഫുള്ള് ഹാമിഷിൽ കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ അപ്പോ ഈ ബഹൂർ എന്ന് പറഞ്ഞതിന് അങ്ങനെ അർത്ഥം പറഞ്ഞ ദുഹാനുൽ ബഹൂറാണ്. വലൗ ഇഹ്തിമാലൻ, ഇത് മാ ശുക്ക ഫി അന്നഹു മുഖാലിത്തുന്നഹു മുജാവിറുൻ ലഹു ഹുക്മുൽ മുജാവിരീന. അതാ അതിൽ പെട്ടതാണ് എന്ന് പറഞ്ഞത് ഇഹ്തിമാലായിട്ടാണെങ്കിലും ഇവിടെ ഷെർവാനി അങ്ങനെ തന്നെ പറഞ്ഞു. മിൻഹു എന്ന് പറഞ്ഞ മിനൽ മുജാവിരി ദുഹാനു ശൈഇല്ലദി യുതബഖറു ബിഹി ഫലാ യദുറു തഗയ്യുറുൽ മായി ബിഹി. വലൗ ഇഹ്തിമാൽ എന്ന് പറഞ്ഞാല് എന്ത് ഇഹ്തിമാൽ? വലൗക്കാന ഇഹ്തിമാൽ എന്നാണല്ലോ അവിടെ സങ്കല്പിക്കുക. അപ്പൊ കാനന്റെ ഇസ്മെന്താ? ആ ബഹൂർ മുജാവിറാകുക എന്നുള്ളത് ഇഹ്തിമാലാണെങ്കിലും വലൗക്കാനൽ ബഹൂർ മുജാവിറൻ,
ഇഹ്തിമാലൻ, അതൊരു ഇഹ്തിമാലായിട്ടാണെങ്കിലും യഖീനല്ല എന്ന് വെച്ചാലും അത് മുജാവിർ തന്നെയാണ്. കാരണം എന്താ, ഇത് മാ ശുക്ക ഫി അന്നഹു, മാ ഒരു വസ്തു, ശുക്ക ഫി അന്നഹു മുഖാലിത്തുൻ, അത് മുഖാലിത്താണോ, ഹൂ എന്ന് പറഞ്ഞതിന്റെ ദമീറ മായിലേക്ക് മടങ്ങുക, മുഖാലിത്തുൻ ഔ മുജാവിറുൻ എന്ന് സംശയമുള്ള ഒന്ന്, ലഹു ആ മാക്കിന് ആ ഒന്നിനുണ്ട് ഹുക്കുമുൽ മുജാവിരി. അപ്പൊ ഈ ബഹൂറിനെ കുറിച്ച് സംശയമാണെങ്കിൽ തന്നെ അത് മുജാവിറാണ്. പിന്നെ സുമ്മറഅയ്തു ജമ്മൻ ജസമു ബി അന്നഹു മുജാവിറുൻ, അത് മുജാവിറാണെന്ന് ജസ്മി ചെയ്ത് പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ആദ്യം എങ്ങനെ മനസ്സിലായി. പിന്നെ ഹത്താമങ്കാല ഇന്നഹു യദുറു, എത്രത്തോളം അത് മുജാവിറാണെന്ന് ആരും പറയുന്നുണ്ട്. ഈ പറയുന്ന പുക പിടിച്ചിട്ട് എന്തായി, വെള്ളത്തിന് തകയ്യുറു വന്ന്, ആ പുക പിടിച്ച് വെള്ളത്തിന് തകയ്യുറു വന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുക, അത് ഈ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചെടുത്തേ, ഈ വെള്ളമൊക്കെ മജ്ലിസിലൊക്കെ വെച്ചിട്ട് അവിടെ കുറെ ചന്ദനത്തിരി എത്തിക്കുക അല്ലെ ഉലുവാൻ പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിനൊരു രുചി വ്യത്യാസം വരും. പിന്നെ എന്ന പോലെ അതിന്റെ വാസനയും വ്യത്യാസം ഉണ്ടാവും, അതിന് സുഗന്ധം പിടിക്കും. അതാണ് പറഞ്ഞത്. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യുക, പുക കൊണ്ട് തകയ്യൂർ വന്നത്, അപ്പൊ അത് മുജാവിറാണെന്ന് ആര് വരെ പറഞ്ഞു, എത്താമങ്കാല ഇന്നഹു യദുറു, ഇത് ഈ ബഹൂർ ഈ ദുഹാന് കൊണ്ട് തകയ്യൂർ വന്നത് ലാറാണെന്ന് പറയുന്നവർ എന്ത് പറയുന്നുണ്ട്, ദുഹാന് മുജാവിറാന്ന് പറയുന്നുണ്ട്. ലാക്കിന്നഹു ബിന ബനാഹു അലൽ ലഈഫി മിനത്ത് തഫ്രീഖത്ത് ഫിൽ മുജാവിരി ബൈന റീഹി വഗൈരിഹി, അവര് പിന്നെന്ത് ചെയ്തതാ, ലാക്കിന്നഹു ബനാഹു, ആ മങ്കാല അതിനെ എടുത്തു, ഏതിനെ, ലാറാകും എന്നതിനെ എടുത്തത്. ലാറാകും എന്നവര് പറഞ്ഞല്ല, ആ ലാറാകും എന്ന് പറഞ്ഞത് ലൈഫിന്റെ മേലെടുത്തതാണ്. എന്താണ് ലൈഫ് മിനത്ത് തഫ്രീഖത്ത് ഫിൽ മുജാവിരി, മുജാവിറായ ഒരു വസ്തു കൊണ്ട് തകയ്യുറാകുമ്പോ അതിൽ വ്യത്യാസം ഉണ്ട് എന്ന് അവർ പറയുന്നത്. ആ ലൈഫിന് ബയാനാണ് മിനത്ത് തഫ്രീഖത്ത് ഫിൽ മുജാവിരി. എന്താണ് തഫ്രീഖത്ത്, ബൈന റീഹി വഗൈരിഹി, അതിന്റെ വാസന കൊണ്ട് തകയ്യുറാകുന്നതും അല്ല നിറവും രുചിയും കൊണ്ട് തകയ്യുറാകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് വാസന കൊണ്ട് തകയ്യുറാകുന്നിടത്ത് ലററുണ്ട് എന്നും, രുചിയോ അല്ലെങ്കിൽ നിറമോ കൊണ്ട് തകയ്യുറാകുന്നിടത്ത് ലററില്ല, തുഹൂരിയത്ത് നഷ്ടപ്പെടൂല എന്നും തഫ്രീഖത്താക്കി. ഈ തഫ്രീഖത്ത് ലൈഫാണ്. അതിന്റെ മേലെടുത്തിട്ട് അവരെന്തു പറഞ്ഞു, ഈ പറഞ്ഞ ബഹൂർ ആകുന്ന ആ ദുഹാന് കൊണ്ട് തകയ്യുർ വന്നാൽ, റീഹിന് തകയ്യുർ വന്നാൽ ലററാണ് എന്ന് അവർ പറഞ്ഞു. എന്തോടുകൂടെ, അത് മുജാവിറാണെന്നും പറയാം. അങ്ങനെ അപ്പോ വലായുനാഫി കൗനഹു മുജാവിറൻ അന്നല്ല സഹബി ദുഹാനി ഷൈഇ അന്നഹു മിൻ നഫ്സി ജിർമിഹി. പിന്നെ ഇനി അപ്പൊ ഇത് മുജാവിറ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അസഹ് വി ദുഹാനി ഷൈഇ, ഒരു സാധനത്തിന്റെ ദുഹാനെ കുറിച്ചുള്ള അസഹ് എന്താ, അന്നഹു മിൻ നഫ്സി ജിർമിഹി, അത് ആ വസ്തുവിന്റെ ജിർമിൽപ്പെട്ടതാണെന്നാ. ലി അന്നഹു ലാ മാനിഅ അൻ യൻഫസില ജിർമും മുജാവിറും മിൻ ജിർമിൻ മുഖാലിത്തിൻ. അപ്പോ പുക എന്താണ് എന്ന് പറയുമ്പോഴേ അത് മുജാവിറായതിൽ കത്തിച്ചാലും പുക ഉണ്ടാവും, മുഖാലിത്തായത് കത്തിച്ചാലും പുക ഉണ്ടാവുമല്ലോ അല്ലെ. മുജാവിറായ വലിയ മരക്കഷ്ണം പോലത്തെ, തടിക്കഷ്ണം പോലെ, കൊള്ളിക്കഷ്ണം പോലത്തെ ഇതെല്ലാം ഇപ്പോൾ സാധാരണ കത്തിക്കുന്ന ഊത് എന്ന് പറഞ്ഞ സാധനം എന്താണ്, അത് മുജാവിറുമാണ്, അത് കത്തിച്ചാൽ പുക ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് മുൻഫസിലായ എന്താണ് ദുഹാനും മുജാവിറാണെന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ഈ പറഞ്ഞതിൽ നിന്ന് എന്തുവരും, ഒരു മുഖാലിത്തായ സാധനവും കത്തിക്കാൻ പറ്റുമല്ലോ അല്ലെ. ഇപ്പൊ ഈ പറയുന്ന എന്താണ് പുകപ്പിക്കുന്ന സാധനങ്ങള് പറ്റേ എന്താണ് പൊടിച്ചു പൊടിച്ചു പൊടിച്ച് അങ്ങേയറ്റം ചെറുതാക്കിയതുണ്ട്. അത് വെള്ളത്തിലിട്ടാൽ എന്താവുകയും ചെയ്യും, അതങ്ങ് കലങ്ങുകയും ചെയ്യും. അങ്ങനെ അത് കത്തിച്ചാലും പുക വരുമല്ലോ. അപ്പൊ ഈ പറഞ്ഞ പുക മുജാവിറാന്ന് പറയുമ്പോ ഈ രീതിയിൽ, അതായത് ഈ രണ്ടാമത്തെ ഇഷ്കാലാവും. ഏത്, മുഖാലിത്ത് കത്തിച്ചാല് പുക വരുമെങ്കിൽ ആ പുക എങ്ങനെ മുജാവിറാകുന്നത്, അത് മുഖാലിത്തുനിന്നുണ്ടായതല്ലേ എന്നൊരു ഇഷ്കാല് വരും. അതിനാ പറഞ്ഞത് വലായുനാഫി കൗനഹു മുജാവിറൻ അന്നല്ല സഹഫി ദുഹാനി ഷൈഇ അന്നഹു മിൻ നഫ്സി ജിർമിഹി. അപ്പൊ അതിന്റെ ജിർമിന്റെ നഫ്സാണെങ്കിൽ മുഖാലിത്ത് കത്തിച്ചുണ്ടാകുന്ന പുക മുഖാലിത്താകണ്ടേ. അപ്പൊ എല്ലാ പുകയെക്കുറിച്ചും ദുഹാനെ കുറിച്ചും അല്ലെങ്കിൽ ബഹൂറിനെ കുറിച്ചും എന്തു പറയാ, അത് മുജാവിറാണെന്ന് പറയല് ശരിയാവൂലല്ലോ എന്ന ഇഷ്കാല്. അങ്ങനെ എതിരാവൂല എന്ന് പറഞ്ഞതിന് കാരണം പറയുന്നില്ല, അന്നഹു ലായുനാഫിക്ക് കാരണം
ലാമാനിയം അനിയംഫസില ജിർമും മുജാവിറും മിൻ ജിർമിൻ മുഖാലിത്തിൻ. കണ്ടോ, മുഖാലിത്തായ ജിർമിൽ നിന്ന് ഒരു മുജാവിറായ ജിർമ മുൻഫസിലാകുന്നതിന് തടസ്സമില്ല. ഇതിൽ മുഷാഹദത്തു, കാരണം ഖാലിയത്തും വിദ്ദുഖാനി ബിഅന്നഹു മുജാവിറുൻ യത്തുഫു അലൽ മാഇ വലാ യുഖാലിത്തു ബിഹി എന്നാ. അതിന് അഖലിൽ തടസ്സമില്ല എന്നാ പറഞ്ഞ. പിന്നെ എന്നിട്ട് പിന്നെ പറയാ, കാരണം ഇതിൽ മുഷാഹദത്തു ഖാലിയത്തുൻ, പിന്നെ ലാമാനിയ എന്ന് പറഞ്ഞില്ലേ, അതിനോട് ബന്ധിച്ചാണ് ഇതിൽ മുഷാഹദത്തു എന്ന് പറയുന്നത്. കാരണം നോക്കുമ്പോ നമ്മളെ കാഴ്ച വിധിക്കുന്നത് എന്താണ്? വിദ്ദുഖാനി, ദുഖാനെ കുറിച്ച്, ബി അന്നഹു മുജാവിറുൻ യത്തുഫു അലൽ മായി, വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുക എന്നുള്ളതാണ്. വലാ യഖ്തലിത്തു ബിഹി, വെള്ളത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് അതിലേക്ക് കൂടിക്കലരുന്നില്ല. അതങ്ങനെ തന്നെയാണ്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ അതിന്റെ അടുത്ത് പുകയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുക എന്നല്ലാതെ, കറങ്ങി നിൽക്കുക എന്നല്ലാതെ അതിന്റെ ഉള്ളിലേക്ക് എന്താണ് ഇറങ്ങി കലങ്ങൂലല്ലോ പുക. അതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ പറഞ്ഞതനുസരിച്ച് വെക്കണം. അപ്പൊ മുഖാലിത്തായ സാധനം കത്തിച്ചുണ്ടായാലും പുക എന്ത് തന്നെയാണ്? ദുഖാന് മുജാവിർ തന്നെയാണ്, അതിന് തടസ്സമില്ല നോക്കണം. ഇനി മുജറദു തറവൂഹിന്ന, അത് നമ്മൾ പണ്ട് പറഞ്ഞ മൂത്തേന്റെ ഖബറാ. തുഹ്ഫ കിതാബിൽ പിന്നെ അങ്ങനൊക്കെ അല്ലേ ഉണ്ടാകുക. ആഷിയത്തുൽ കർദീന്റെ തുടക്കത്തിൽ മൂപ്പര് പറയുന്നുണ്ട്, ഇതിന്റെ ഇബാറത്ത് ഭയങ്കര പ്രയാസമായതുകൊണ്ട് ആൾക്കാരൊക്കെ എന്ത് ചെയ്ത് അത് പിന്നെ അതിനെത്തൊട്ട് വിട്ടു തുടങ്ങി. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു തലീക്കാക്കത്തൊക്കെ എഴുതിയിട്ട് പിന്നെ അവസാനം ആലിമിങ്ങൾക്കൊക്കെ കാണിച്ചപ്പോൾ വളരെ ഉഷാറുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കിതാബാക്കിയതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുണ്ട്. ഇത് തഗയ്യുറു ബിൽ മുജാവിരി മുജറദു തറവൂഹിൻ പറഞ്ഞല്ലോ, വാസന പിടിക്കലാണ് എന്നാ. രീഹ മുഖേന ഒരു സുഗന്ധം പിടിക്കൽ മാത്രം. വൈൻ ഫാഹിഷ, അത് ഫാഹിഷാണെങ്കിലും ഏത് തഗയ്യുറും ബിൽ മുജാവിർ, ഫാഹിഷന്റെ ലമീറയിലേക്ക് മടങ്ങുക. അത് ഫാഹിഷാണെങ്കിലും മുജറദ് തറവൂഹ തന്നെയാണ്. മുജറദ് തറവൂഹിന് ആയത്ത ഫഹുവ. അപ്പൊ ഈ പറയുന്ന തഗയ്യുറും ബിൽ മുജാവിർ ഏതുപോലെയാണ്? ഫഹുവ എന്ന് പറഞ്ഞ തഗയ്യുറും ബിൽ മുജാവിർ തഗയ്യുരും ബി ജീഫത്തിൻ അലശത്തി, വെള്ളം തഗയ്യുറും പോലെ പകർച്ചയാവും പോലെയാ. ബി ജീഫത്തിന് ഒരു ശവം കൊണ്ട്, അഴുകിയ ശവം, അലശത്തി വെള്ളത്തിന്റെ കരക്കുള്ള. ഷത്ത് എന്ന് പറഞ്ഞാല് വെള്ളം പിന്നെ തോടിന്റെയോ അല്ലെങ്കിൽ അതുപോലെ കുളത്തിന്റെയൊക്കെ കരക്കുള്ള വെള്ളം എന്താണ് ശവത്തിനാണ്, അല്ല കരക്കാണ് ഷത്ത് എന്ന് പറയുക. അപ്പൊ അവിടെ എന്തുണ്ട്? പിന്നെ ഒരു ശവമുണ്ട്. അപ്പൊ അതിന്റെ വാസന അങ്ങോട്ട് പിടിക്കും പോലെ. ഇനി വബിത്തുറാബി, അത് രണ്ടാമത്തേനില്ലത്ത മുജാവിറും ബി കഥാ മുതഗയ്യിറും ബി മുജാവിരിൻ അലല്ല ഫിൽ അദ്ഹരി എന്ന് പറഞ്ഞതാണ് ഇതുവരെ പറഞ്ഞത്. ഇനി ബി മുജാവിറിന്റെ മേലത്തുവായിട്ട് ഔ ബി തുറാബി എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ പറയുന്നതാ. അപ്പോ ഈ വബിത്തുറാബി എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ ബിൽ മുജാവിറിന്റെ മേലത്തുവ. അപ്പോ ഇങ്ങനെ വരും. ഇത് തഗയ്യുറു ബി തുറാബി, തുറാബ് കൊണ്ടുള്ള തഗയ്യുറ്. അപ്പോ ഔ ബി തുറാബിൻ തുരിഹ ഫിൽ അദ്ഹരി എന്നുള്ളതിന്റെ കാരണം പറയുകയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന് കാരണം പറയാ. ഇമ്മ മുജറദു കുദൂറത്തിൻ, ഒന്നുകിൽ ആ തുറാബ് കൊണ്ടുള്ള തഗയ്യുറ് വെറും ഒരു കലക്കലാണ്. മുജറദു കുദൂറത്തിൻ എന്ന് പറഞ്ഞാല് എന്താണ്? അതിലേക്കൊരു വസ്തു ഉടഞ്ഞു ചേരുന്നില്ല, മുഖാലത്തുണ്ടാകുന്നില്ല എന്നർത്ഥം. മുജറദു തറവൂഹ് എന്ന് പറഞ്ഞെടുത്തു അത് തന്നെയാണ്, മുഖാലത്തുണ്ടാകുന്നില്ല. മുഖാലത്തുണ്ടായാലേ കുഴപ്പമുള്ളൂ. ഈ പറഞ്ഞത് മുജറദു കുദൂറത്തിൻ ഒരു കലക്കലാണ്, കലങ്ങലാണ്. ലാത്തംനഉൽ ഇസ്മ, ഇസ്മിനെ വിലങ്ങാത്ത. ഫഅലൈഹി, അപ്പൊ അതിന്റെ മേലെടുത്താൽ ഹുവ മുജാവിറുൻ. ഉണ്ടോ? ഏത്? ഈ തുറാബ് മുജാവിറാണ്. തുറാബ് കൊണ്ടുള്ള തഗയ്യുറിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ മുജറദ് കുദൂറത്താണ് എന്ന് പറയുന്നതിന്റെ മേലെടുക്കുമ്പോ അത് മുജാവിറാണ്. വൽ മുതഗയ്യിറു ബിഹി മുത്ലഖുൻ, ആ മുജാവിർ കൊണ്ട് തഗയ്യുറായ വെള്ളം മുത്ലഖുൻ എന്ന് പറഞ്ഞാൽ മാവും മുത്ലഖാണ്. വൽ മുതഗയ്യിറു എന്ന് പറഞ്ഞത് വൽമാഉൽ മുതഗയ്യിറു ബിഹി മുത്ലഖുൻ, മാവും മുത്ലഖുൻ. വഹുവൽ അഷ്ഹറു, അതാണ് മദ്ഹബിൽ അഷ്ഹർ. പിന്നെ ഇമ്മാലി തസ്ഹീലി അലൽ ഇബാദി, അല്ലെങ്കിൽ
എന്താണ് അത് അടിമകൾക്ക് മനുഷ്യന്മാർക്ക് എളുപ്പമാക്കുക എന്നതിന് വേണ്ടി എന്താണെന്നാ മുഖത്തഫറുൻ എന്നാണ്. ശേഷം ഷാരി പറയുന്നുണ്ട് അവിടെ, ഇബ്നു ഹജർ തങ്ങൾ തന്നെ മുഖത്തഫർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടുന്ന് പിടിച്ചിട്ട് ഇവിടെ ആ ഒരു ഇമ്മാ മുഖത്തഫറുൻ ലിത്തസ്ഹീഹി അലൽ ഇബാദി എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. പിന്നെ അപ്പോ ഇമ്മാ മുജറദു കുദൂറത്തിൻ എന്നതിന്റെ മേൽ അത്ഫാണ്. ഇമ്മാ മുഖത്തഫറുൻ ലിത്തസ്ഹീലി വബിത്തുറാബി ഇമ്മാ മുജറദു കുദൂറത്തിൻ ഇമ്മാ മുഖത്തഫറുൻ ലിത്തസ്ഹീലി എന്ന് പറയുമ്പോൾ മുജറദ് കുദൂറത്തല്ല, അതോടെ മുഖാലത്തുണ്ടായി. പക്ഷേ എന്നിട്ടും എന്താണ് അത് അടിമകൾക്ക് എളുപ്പമാക്കുക എന്ന നിലയ്ക്ക് മുഖത്തഫറാണ് എന്ന് പറഞ്ഞു. ബഹുവ ഗൈറു മുത്തലഖിൻ, അപ്പൊ ആ മുത്തഗയ്യിറു ബിഹി, ഈ തുറാബ് കൊണ്ട് മുത്തഗയ്യിറായ വെള്ളം, ബഹുവ എന്ന് പറഞ്ഞ ലമീർ മുത്തഗയ്യിറു ബിഹിയിലേക്ക് മടങ്ങും. ഗൈറു മുത്തലഖിൻ മാവ് മുത്തലഖല്ല, മാവ് മുത്തലഖല്ല. പക്ഷെ എന്നതോടുകൂടെ എന്തുണ്ട്, ആ വെള്ളം കൊണ്ട് ഒതു ഉണ്ടാക്കാം. പിന്നെ അപ്പൊ മാവ് മുത്തലഖാണോ അല്ലേ, തുറാബ് മുജാവിറാണോ മുഖാലിത്താണോ, ഇതൊക്കെ ഖിലാഫുണ്ട്. അതിന്റെ മേലെടുത്തിട്ട് ഹുക്കുമിങ്ങനെ വരും. അവസാനം ഏതായാലും അദ്ഹർ അനുസരിച്ച് രണ്ടഭിപ്രായം പറഞ്ഞാലും തുറാബ് കൊണ്ട് തകയ്യുറുള്ള വെള്ളം കൊണ്ട് ഒതു ഉണ്ടാക്കാന്ന പാലജമ്മുൻ വഹുവൽ അഖഅദു, ഇതാണ് ഖായിദയോട് കൂടുതൽ യോജിപ്പ്. ഖായിദയോട് കൂടുതൽ യോജിപ്പ് മുത്തലക്ക് അല്ല എന്ന് പറയലാണ് എന്നാ പറഞ്ഞേ. ഖായിദയോട് യോജിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, അത് തകയ്യുർ അവിടെ ഉണ്ടായല്ലോ, ആ ഉള്ള തകയ്യുർ എഴുത്തിബാർ ചെയ്യണം അല്ലേ. അപ്പൊ അതിന്റെ മേലെന്താവും, ആ ഗൈറു മുത്തലക്ക് എന്നതിന്റെ തൈരീഫാണ് യോജിക്കുന്നത്. അതാണ് ഖായിദയോട് യോജിപ്പ് എന്ന് പറഞ്ഞത്. പിന്നെ മറ്റേത് നക്കല്ല് മഷഹൂർ, ഷഹർ എന്ന് പറഞ്ഞത് അയിമത്തിനെ തൊട്ടുള്ള നക്കല്ല് അയിമത്തിന് മഷഹൂർ ആയത് അതാണെന്നും പറഞ്ഞു. അയ്യിദുഹു, ഇതിനെ തയ്യീദ് ചെയ്യുന്നുണ്ട്. ഏത് ഈ രണ്ടാമത്തെ ഗൈറു മുത്തലക്കാണെന്ന് പറഞ്ഞില്ലേ, അതിനെ തയ്യീദ് ചെയ്യുന്നുണ്ട്. അന്നൽ മത്തിന മുസർരിഹും ബിഹി, മത്തിന് എന്താണ് അതിനെ സരീഹാക്കി എന്നുണ്ട്. എന്താ മത്തിന് സരീഹാക്കിയത്, ലിഅന്നഹു അആദൽ ബാഅ ഫീ ബി തുറാബിൻ, കണ്ടോ ഔ ബി തുറാബിൻ എന്ന് പറഞ്ഞെടുത്ത് ആ ബാവ് മടക്കി കൊണ്ടുവന്നു. ബാവ് മടക്കി കൊണ്ടുവന്നപ്പോ എന്തു പറ്റി, ഔ തുറാബിൻ എന്ന് പറഞ്ഞില്ല. ഔ തുറാബിൻ എന്ന് പറഞ്ഞെങ്കിൽ എന്തായനെ, അതാ പറയുന്ന വയില്ല വലം യജ്അൽഹു, അതിനെ ബായിനെ മടക്കി കൊണ്ടുവന്നു, ആ തുറാബിനെ ആക്കിയതുമില്ല. എന്താണ് മിൻ അംസിലത്തിൽ മുജാവിരി, മുജാവിറിന്റെ മിസാലിൽ പെടുത്തിയില്ല. അതായത് കഊദിൻ വ ദുഹിനിൻ വ തുറാബിൻ എന്ന് ബാ ഇല്ലാതെ പറഞ്ഞിരുന്നെങ്കിൽ അത് ഊദിന്റെ മേല് ദുഹിന്റെ മേലെ അത്തുഫായിട്ട് എന്തായി ഉദാഹരണമായന, മുജാവിറിന് ഉദാഹരണമായന. അപ്പോ ഔ ബി തുറാബിൻ എന്ന് പറഞ്ഞപ്പോ അത് ബി മുജാവിറിന്റെ മേലെ അത്തുഫ, അപ്പൊ അത്തുഫ് മുഗായറത്തിനെ തേടുമല്ലോ. അപ്പൊ തുറാബ് എന്ന് പറഞ്ഞത് മുജാവിറല്ല മുഖാലിത്താണ് എന്ന് വന്നൂന്നാ. മുഖാലിത്താണ് എന്നുണ്ടെങ്കിൽ എന്താകണം, അതുകൊണ്ട് തകയ്യുറായത് മാവും വെള്ളം എന്ത് ഗൈറു മുത്തലക്കാകണം. പക്ഷെ എന്തു വന്നു അവിടെ, അത് മുഖത്തഫറാണ്, മഅഫൂൻ അൻഹു ആണ്, വെള്ളം ഉപയോഗിക്കാം എന്നാ പറഞ്ഞ. ഇനി ഫദല്ല അലാ അന്നഹു മുഖാലിത്തുൻ, അപ്പോ മുസന്നിഫ് ആ മത്തിന് അങ്ങനെ ചെയ്തപ്പോ എന്തായി, അത് മുഖാലിത്താന്ന് വന്നു, മുജാവിറല്ല. അന്ന തഗയ്യുറ ബിഹി മുഖത്തഫറുൻ മഅ ദാലിക എന്ന പോലെ എന്തും വന്നു. ഫദല്ല അലാ അന്നഹു എന്ന് പറഞ്ഞ അന്നഹുന്റെ മേലെത്തുക, എന്തിന്റെയും മേൽ അറിയിച്ചു. അന്ന തഗയ്യുറ ബിഹി, തുറാബ് കൊണ്ടുള്ള തഗയ്യുർ മുഖത്തഫറാണ്. മഅ ദാലിക എന്തോടുകൂടെ, അത് മാവ് മുത്തലക്ക് അല്ല എന്നതോടുകൂടെ. അതവിടെയാണ് മുഖത്തഫർ എന്ന് പറഞ്ഞത്. അപ്പൊ അത് ഇമ്മാലി തസ്സീലി എന്ന് പറഞ്ഞാൽ അവിടെ മുഖത്തഫർ എന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അന്ന തഗയ്യുറ ബിഹി മുഖത്തഫറുൻ മഅ ദാലിക നളറൻ ലിമാ ബിഹി മിന തഹൂരിയത്തി, അതില് തഹൂരിയത്തുണ്ടല്ലോ, അതുകൊള്ള നോക്കിയിട്ട് ഏതില് തുറാബില് തഹൂരിയത്തുണ്ടല്ലോ. അപ്പൊ ഇവിടെ മാത്രം എന്താണ് ആ ഒരു മുഖത്തഫറാകാൻ കാരണം എന്നാ, ഇവിടെ മുഖത്തഫറാകാൻ കാരണം എന്താ, ആ തുറാബ് തഹൂറല്ലേ എന്നാ. പിന്നെ
അതാ മുഖാലിത്താണ് എന്നെടുത്താൽ നമ്മൾ കൈത് തുടങ്ങുമ്പോ പറഞ്ഞത് ഔബി തുറാബിൻ തൊഹൂരിൻ കണ്ടോ, തൊഹൂറായ തുറാബായിരിക്കണം ബിനാ അന്നലാ അന്നഹു മുഖാലിത്തുൻ. അപ്പൊ മുഖാലിത്താവുമ്പോ ഈ തുറാബ് ഏത് തുറാബാ? തൊഹൂറാണ്. അപ്പോ തൊഹൂറായ കുറച്ച് വെള്ളം വേറെ കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ച മാതിരിയുള്ളൂ എന്നുള്ള അർത്ഥം. ആ മണ്ണി വെള്ളത്തിൽ കൂടിയെങ്കിലും അതിപ്പോ തൊഹൂറായ വെള്ളം കുറച്ച് തൊഹൂറായ വെള്ളത്തിലേക്ക് ഒഴിച്ച പോലെയാണ്. അതുകൊണ്ട് അതിന് കുഴപ്പമില്ലല്ലോ എന്നാണ്. വഅസ്ലു ഹാദാ ഇഖ്തിലാഫുഹും ഫീ ഹദ്ദിൽ മുഖാലിത്തി. ഇതിന്റെ അസ്ല്, അതായത് ഈ തുറാബ് മുഖാലിത്താണോ മുജാവിറാണോ എന്നതിന്റെ ഇഖ്തിലാഫ്, അതിന്റെ അസ്ൽ എന്താണ്? ഈ പറഞ്ഞ മുഖാലിത്തിന്റെ തഅരീഫിലുള്ള ഇഖ്തിലാഫാ. വഅസ്ലു ഹാദാ ഇഖ്തിലാഫുഹും ഫീ ഹദ്ദിൽ മുഖാലിത്തി അഹുവ മാ ലാ യുംകിനു ഫസ്ലുഹു ഫഖറജ തുറാബു. വെള്ളത്തിൽ നിന്ന് ഫസില് മുംകിനാകാത്തത്, വെള്ളത്തിൽ വീണു, ഇനി ആ വെള്ളത്തിൽ നിന്ന് അത് മാറ്റാൻ കഴിയുമോ? ഇല്ല, എന്നാ മുഖാലിത്ത്. അപ്പോ തുറാബാണെങ്കിലോ മാറ്റാൻ കഴിയുമല്ലോ, അപ്പൊ മുഖാലിത്ത് അല്ല. അതാ ഫഖറജ തുറാബു എന്ന് പറഞ്ഞ മുഖാലിത്ത് എന്ന് പുറത്തായി. ഔ മാലായ തമയ്യസു ഫീ റഈൽ ഐനി, അല്ലെങ്കിൽ അഹുവ മുഖാലിത്താണോ മാ ഒന്നാണോന്നാ ഒരു വസ്തു. ലായ തമയ്യസു ഫീ റഈൽ ഐനി, കണ്ണിന്റെ നോട്ടത്തിൽ വേർതിരിക്കാൻ കഴിയാത്തത്, നോക്കുമ്പോ അതും ഇതും വെള്ളവും ഇതുമായിട്ട് വേർതിരിക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞാൽ ഫദഖല, അപ്പൊ തുറാബ് എന്തായി? മുഖാലിത്തുമായി. അവിൽ മുഅ്തബറുൽ ഉറുഫു, മൂന്നാമതൊരു അഭിപ്രായമുണ്ട്, അല്ല മുഅ്തബറുൽ ഉറുഫാണോന്നാ. ഇത് രണ്ടും നോക്കൂല. ഉറുഫുന്നാസ് അനുസരിച്ച് മുഖാലിത്തായി പറയുന്നത് മുഖാലിത്തായത്. അത് ചിലപ്പോ കാഴ്ചയിൽ വ്യത്യാസം പെടുത്താൻ കഴിയാം, അല്ലെ കഴിയാതിരിക്കാം, അല്ലെങ്കിൽ എന്താണ് പിന്നെ മാറ്റിയെടുക്കാൻ കഴിയും, അല്ലെ ഫസ്ല് ചെയ്യാൻ കഴിയും, കഴിയാതിരിക്കാം, അതൊന്നും നോക്കൂല. ഔജുഹുൻ, ഇത് 3 വജ്ഹാണ്. അഷ്ഹറുഹൽ അവ്വലു, ഇതില് അഷ്ഹർ ഒന്നാമത്തതാണ്. ഏത്? അപ്പൊ മുഖാലിത്ത് എന്താന്ന് ചോദിച്ചാല് മാലായം യുംകിനു ഫസ്ലുഹുന, വീണതിന് ശേഷം ഫസ്ലാക്കാൻ കഴിയാത്തത്. അപ്പോ തുറാബ് ഖാരിജായി എന്ന് പറഞ്ഞാൽ തുറാബിനെ ഫസ്ലാക്കാൻ കഴിയുമല്ലോ, അല്ലേ? അതവിടെ ഇങ്ങനെ എന്ത് ചെയ്തിരുന്നാ മതി? അനക്കാതെ വെച്ചിരുന്നാ മതി. അപ്പൊ ഈ വെള്ളവും അതിന്റെ കലർപ്പും എല്ലാം അടിയിലാണ്ട് അടിയുമ്പോ എന്ത് ചെയ്താൽ മതി? വെള്ളം മുകളിൽ നിന്ന് പതുക്കെ ഇങ്ങനെ ചരിച്ചാണ്ട് എടുത്താൽ മതി. അപ്പൊ വെള്ളം വേറെ തുറാബ് വേറെ കിട്ടും. അതാ ഫസ്ലാക്കാന്ന് പറഞ്ഞത്. അപ്പോ തുറാബ് ഖാരിജാണ്, അത് മുഖാലിത്തല്ല. അഷ്ഹർ അതാണെന്ന് പറഞ്ഞ് ഔജുഹുൻ എന്ന് പറഞ്ഞാൽ ഹാദിഹി ഔജുഹുൻ അഷ്ഹറുഹൽ അവ്വലു. ഇനി വ ഖളിയത്തു ജസ്മിഹിം ബി ഇഖ്റാജി തുറാബി അലൈഹി, അയിമത്ത് ജസ്മായ ഖിലാഫ് തന്നെ പറഞ്ഞിട്ടില്ല. ബി ഇഖ്റാജി തുറാബി, തുറാബ് ഖാരിജാണ്. അലൈഹി ഒന്നാമത്തിന്റെ മേലെടുത്താല് അന്നൽ മുറാദ മാലാ യുംകിനു ഫസ്ലുഹു ഹാലം വലാ മആലാന. അതിന്റെ അർത്ഥം എന്താ? അന്നൽ മുറാദ, ഖളിയത്തു ജസ്മിയും അന്നൽ മുറാദ. അവിടെ ഒന്നാമത്തെ താരീഫ് പറഞ്ഞപ്പോ മാലായുംകിനു ഫസ്ലുഹുന്നേ പറഞ്ഞിട്ടുള്ളൂ. എപ്പ ഫസ്ൽ ചെയ്യാൻ പറ്റാത്തത്? ഇപ്പോഴും പിന്നൊരിക്കലും ഫസ്ൽ ചെയ്യാൻ പറ്റാത്തത് എന്നാ. എന്നാലാണല്ലോ, അല്ല മണ്ണയിൽ വീണാല് ഇപ്പൊ പെട്ടെന്നാണ്ട് എടുക്കാൻ പറ്റുമോ? ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ഇല അല്ലെങ്കിൽ ഒരു കൊള്ളി കഷ്ണം വെള്ളത്തിൽ വീണാല്, വെള്ളത്തിലിട്ടാൽ അത് അപ്പൊ തന്നെ എടുക്കാൻ പറ്റും. അങ്ങനെ മണ്ണാണ്ട് വേർതിരിച്ചെടുക്കാൻ പറ്റൂല. കുറച്ച് പണിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനക്ക് ആദ വെക്കണോ, അത് അടിയണോ, അതാ പറഞ്ഞേ. അപ്പോ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മാലായുംകിനു ഫസ്ലു ഹാലം വലാ മആലൻ എന്നാണ്. അങ്ങനെയാ. വറജ്ജഹ ശൈഖുനാ ഫീ ബഅദി കുതുബിഹി തബഅൻ ലി ശൈഖിഹിൽ ഖായാത്തി വലി അബീ സുർഅത മാ ദല്ലത്ത് അലൈഹി ഇബാറത്തുൽ മത്നി. പിന്നെ എന്നാല് നമ്മളെ ശൈഖുന എന്ന് പറഞ്ഞാൽ സക്കരിയ അൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി ശൈഖുൽ ഇസ്ലാം അവരാണല്ലോ. അവരുടെ ചില കിതാബിൽ തർജീഹ് ചെയ്തു. അവരുടെ ഷെയ്ഖുണ്ട് ഖായാത്തി റഹ്മത്തുള്ളാഹി അലൈഹി, അവരോട് താബിയായിട്ടാണ്. അബൂസുറാത്ത്, ഇമാം അബൂസുറാ റഹ്മത്തുള്ളാഹി അലൈഹി, അവരോടും താബിയായിട്ടാണ്. എന്തിനെ തർജീഹാക്കി? മാദല്ലത്ത് അലൈഹി ഇബാറത്തുൽ മത്നി, മത്നിന്റെ ഇബാറത്ത് അറിയിക്കുന്ന ഒന്ന്. മത്നിന്റെ ഇബാറത്ത് അറിയിക്കുന്ന എന്തെന്നാ? അത് മുഖാലിത്താണെന്നാ, അല്ലേ? മത്നിന്റെ ഇബാറത്ത് അറിയിക്കുന്നത് മുഖാലിത്താണെന്നാ. ഇപ്പൊ നേരത്തെ പറഞ്ഞത് മുഖാലിത്തല്ല മുജാവിറാണെന്നാ. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്തു? വസറഹ ബിഹി ജമ്മു മുത്തഖദ്ദിമൂൻ, മുത്തഖദ്ദിമീങ്ങളായ ഒരു ജമ്മത്ത് സരീഹാക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒന്നുകൊണ്ട്. മാദല്ലത്ത് അലൈഹി, അലൈഹിന്റെ ദമീർ മായിലേക്കാ, സറഹ ബിഹി എന്ന് പറഞ്ഞത് മായിലേക്കാ.
ആ ഒന്നെന്താണ്? അതാ പിന്നെ പറയുന്നത് അന്നത്തുറാബ മുഖാലിത്തുൻ. അത് മാക്ക് ബയാനാണ്. അപ്പോ തുറാബ് മുഖാലിത്താണെന്ന് പറഞ്ഞു. അതാ അന്നദാലിക യദുല്ലു അലാ അന്നൽ അർജഹ മിനത്ത് തആരീഫി സലാസത്തി സാനി. പിന്നെ ഈ എന്ന പോലെ എന്താണ് മുത്തഖദ്ദിമീങ്ങൾ സരിയാക്കിയത് ഇതാണെന്ന് പറഞ്ഞ അന്നത്തുറാബ മുഖാലിത്തുൻ. അതാണ് മത്തിനിന്റെ ഇബാറത്ത് അറിയിക്കുന്നതും. എന്ന പോലെ എന്താണ് മാദല്ലത്ത് അലൈഹി ഇബാറത്തുൽ മത്തിനി എന്ന് പറഞ്ഞിട്ട് അതിന് ബയാനായിട്ടാണല്ലോ അന്നത്തുറാബ മുഖാലിത്തുൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവരെല്ലാം പറഞ്ഞതനുസരിച്ച് തരീഫില് രണ്ടാമത്തത് അർജഹാകണം, എന്നാലല്ലേ അത് മുഖാലിത്താവുള്ളൂ, അല്ലേ? അപ്പൊ അന്നദാലിക്കാന്ന് തന്നെ വായിക്കാന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അന്നത്തുറാബ എന്നുള്ളതിന്റെ മേലെ അത്തുവായിട്ട് ജമ്മു മുത്തഖദ്ദിമീങ്ങൾ സരിയാക്കിയതും മത്തിനിന്റെ ഇബാറത്ത് അറിയിക്കുന്നതും അതിനെ ശൈഖുന തർജീഹാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ പിന്നെന്താണ് അന്നദാലിക യദുല്ലു അലാ അന്നൽ അർജഹ മിനത്ത് തആരീഫി സലാസത്തി സാനി. പിന്നെ അപ്പൊ മത്തിനിന്ന് അങ്ങനെയാണ് വരിക, രണ്ടാമത്തെ തരീഫ് റാജിഹ് വരിക, എന്നാലേ മുഖാലിത്താവുള്ളൂ. പിന്നെ എന്നാലിവിടെ ഇന്നദാലിക യദുല്ലു എന്ന് വായിക്കണം എന്ന് പറയുന്നുണ്ട്. എന്തിന്റെ മേലെ അത്തുഫായിട്ട്? വറജ്ജഹ ശൈഖുന എന്നതിന്റെ മേലെ അത്തുഫായിട്ട് ഇന്നദാലിക യദുല്ലു എന്ന് എന്തിന്റെ മേലെ അത്തുഫ് ചെയ്യണം? അതിന്റെ മേലെ അത്തുഫ് ചെയ്യണം. അത് അത്തുഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ശൈഖുന ആ രണ്ടാമത്തെ തരീഫാണ് റാജിഹ് എന്നതിന്റെ മേലെ അറിയിക്കും എന്നതിനെ റാജിഹാക്കിയില്ല എന്ന് വരണം, അല്ലേ? എന്നാലല്ലേ അങ്ങനെ പ്രശ്നമുള്ളൂ. മത്തിനിന്റെ ഇബാറത്ത് ഏതായാലും അറിയിക്കുന്നുണ്ട് എന്ത് രണ്ടാമത്തത് റാജിഹ് എന്നുള്ളത്. എന്നാലല്ലേ തുറാബ് മുഖാലിത്താവുള്ളൂ, മുജാവിറാവൂലല്ലോ. പിന്നെ അപ്പോ അന്നദാലിക്കാന്ന് അന്നത്തുറാബ എന്നതിന്റെ മേലെ അത്തുഫായി വായിക്കാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ മറ്റേ പോലെ വായിക്കാം. ഇന്നദാലിക യദുല്ലു ഏതറിയിക്കുന്നു? ദാലിക്കാന്ന് പറഞ്ഞതിന്റെ ഇഷാറത്ത് പിന്നെ മാദല്ല അലൈഹി ഇബാറത്തുൽ മത്നി വസറഹ ബിഹി ജമ്മു മുത്തഖദ്ദിമൂൻ എന്ന് പറഞ്ഞതിലേക്ക് തന്നെ ദാലിക്കന്റെ ഇഷാറത്ത് നടക്കണം. അത് അറിയിക്കുന്നുണ്ട് അല അന്നൽ അർജഹ മിനത്ത് തആരീഫി സലാസത്തി സാനി വഅന്നഹുൽ മുഅ്തമദു, അതാണ് മുഅ്തമദ് എന്നും അറിയിക്കുന്നുണ്ട്. വഅന്നഹുൽ മുഅ്തമദു എന്നുള്ള അന്നൽ അർജഹ എന്നുള്ളതിന്റെ മേലാണ്. പിന്നെ അപ്പോ ഇതിലേതാ തരീഫിൽ റാജിഹ് എന്നുള്ളതിലും ഖിലാഫുണ്ട്. അർജഹ് നേരത്തെ അഷ്ഹർ അതാണെന്ന് പറഞ്ഞു, ഇവിടെ അർജഹും മുഅ്തമദും ഇതാണെന്നും മനസ്സിലാകുന്നുണ്ട്. വഖദ് യുഖാലു, ഇനി മൂന്നാമത്തെ തരീഫാണ് ശരി എന്നുള്ള ഒരു വിശദീകരണം വേണമെങ്കിൽ പറയാൻ. അതാ പറയുന്നത് വഖദ് യുഖാലു വേണം ഇങ്ങനെ പറയാം. മാലാ യുംകിനു ഫസ്ലുഹു ഹാലൻ വലാ മആലൻ ലാ യതമയ്യസു ഫീ റഅയിൽ ഐനി. കണ്ടോ, ഇപ്പോഴും പിന്നീടും ഫസ്ൽ ചെയ്യാൻ പറ്റാത്തത് നോക്കിയാലും വേർതിരിയൂല. അപ്പൊ ഫയത്തഹിദാനി, അപ്പൊ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും തരീഫ് രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ട് ഇബാറത്താന്നേ ഉള്ളൂ, വിഷയം ഒന്നാണ്. എത്തഹിദാനി ഒന്നാമത്തെയും രണ്ടാമത്തെയും തരീഫ്. വയക്കൂനു മാദല്ല അലൈഹി ബയാനൻ ലിൽ ഉർഫി. എന്നിട്ട് ഇങ്ങനെയും പറയാം ലാ യതമയ്യസ് ഫീ റഅയിൽ ഐനി വയക്കൂനു മാദല്ല അലൈഹി. പിന്നെ അപ്പോ മത്തിനറിയിച്ച ഒന്നോ അത് ബയാനൻ ലിൽ ഉർഫി, അത് ഉറുഫിന്റെ എന്താണ് വിശദീകരണവുമാകും. ഫലാ ഖിലാഫ ഫിൽ ഹഖീഖത്തി, അപ്പൊ ഹഖീഖത്തിൽ ഖിലാഫില്ല. ഹഖീഖത്തിൽ ഖിലാഫില്ല എന്ന് പറഞ്ഞാല് തരീഫ് ഏത് എന്നുള്ളതിൽ ഖിലാഫില്ല അങ്ങനെ. പിന്നെ മുഖാലത്തിന്റെ മൂന്ന് തരീഫിന്റെയും ഇടയിൽ ഖിലാഫില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാക്കാം. ഇപ്പൊ ഏതായാലും ഇപ്പൊ ഷാരിഹ് ഒന്നും തീരുമാനാക്കിയില്ല, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിന്നേ ഉള്ളൂ, അല്ലേ? അപ്പോ തരീഫിൽ അഷഹർ ആദ്യത്താണെന്ന് പറഞ്ഞാൽ, അഷഹർ എന്ന് പറഞ്ഞാൽ നക്കല് കൊണ്ട് അഷഹർ എന്നാണ്, അല്ലേ? പിന്നെ അല അന്നൽ അർജഹ മിനത്ത് തആരീഫി സലാസത്തി സാനി വഅന്നഹുൽ മുഅ്തമദു എന്നും പറഞ്ഞു. അപ്പൊ മിന്നാജിന്റെ കളിയ അനുസരിച്ച് എന്താണ് ഈ രണ്ടാമത്തെ താരീഫാണ് അർജഹ് എന്ന് വെക്കണം. അല്ല രണ്ടും തമ്മിൽ ഖിലാഫില്ല എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം. വഖദ് യുഖാലു എന്ന ഏതായാലും തുറാബ് മുഖാലിത്താണോ മുജാവിറാണെന്നുള്ളതിൽ ഖിലാഫുണ്ട്. അത് മുഖാലിത്താണ് എന്നുള്ളതാണ് മുസന്നിഫിന്റെ സനിയ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത്.
അതനുസരിച്ചാണെങ്കിൽ തന്നെയും അതുകൊണ്ടുള്ള തഗയ്യുർ കുഴപ്പമില്ല എന്നാ. പക്ഷെ ആ തുറാബ് എന്ത് തുറാബാകണം, തൊഹൂറായ തുറാബാകണം, എന്നാലേ പറ്റുള്ളൂ. തൊഹൂറായ തുറാബാകണം എന്നാലേ പറ്റുള്ളൂ. അല്ല താഹിറായ മുസ്താമലായ തുറാബാണെങ്കിലോ അത് പറ്റൂല. അതുകൊണ്ട് തഗയ്യുർ വന്നാൽ അപ്പൊ പ്രശ്നം. ഇനി ആ തഗയ്യുറിന്റെ മസല കഴിഞ്ഞ് ഇനി പിന്നെ ഉപയോഗിക്കൽ കറാഹത്തുള്ള വെള്ളമുണ്ട്, അതാ ഇനി പറയുന്നത്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.